നമ്മളിപ്പം ഇന്ന് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടാറ്റ നെക്സൺ XM മോഡലാണ്. അപ്പം ഇത് നെക്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് കോമ്പാക്ട് SUV ആ ഒരു സെഗ്മെന്റിൽ വരുന്ന വണ്ടിയാണ്. ഏകദേശം ഒരു 32 വേരിയന്റോളം ഈ ഒരു ടാറ്റ നെക്സോണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് വരുമ്പോൾ ഏകദേശം 6 lakhs മുതൽ ടാറ്റ നെക്സോണിന്റെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അപ്പം 1.2 ലിറ്റർ റിവേർട്രോൺ ടർബോചാർജ്ഡ് എഞ്ചിനാണ് ഈ നെക്സോണിന് വരുന്നത്. അപ്പൊ നമ്മൾ ബാക്കിയുള്ള വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബ്രസ ആണെങ്കിലും മാരുതിന്റെ ബ്രസ ഓഫ്കോഴ്സ് 1.5 ലിറ്റർ ഈ സെഗ്മെന്റിലെ വലിയൊരു എഞ്ചിനാണത്. വെന്യൂന് വരുമ്പോൾ 1 ലിറ്റർ വരുന്നുണ്ട്, 1.2 ലിറ്റർ വരുന്നുണ്ട്. പക്ഷെ നമ്മള് വെന്യൂലൊക്കെ പോകുമ്പോൾ പ്രൈസ് റേഞ്ച് അങ്ങ് മാറുന്നുണ്ട്. മഹീന്ദ്ര XUV300നും 1.2 ലിറ്റർ ടർബോചാർജ് എഞ്ചിനാണ് വരുന്നത്. പക്ഷെ പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ നമ്മൾ ഓൾവേസ് നമുക്ക് ബെറ്റർ ചോയ്സ് എന്ന രീതിയിൽ എല്ലാ യൂസേഴ്സും എടുക്കുന്നത് അല്ലെങ്കിൽ അത് ടാറ്റയിലേക്ക് ആകർഷിക്കുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ച് ഉള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പൊ നമുക്ക് നമ്മളുടെ ഇഷ്ടാനുസരണം എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് വേണ്ടതെന്ന് നമുക്ക് നോക്കി തിരഞ്ഞെടുക്കാം. പക്ഷെ ബാക്കിയുള്ള ഒരു ടർബോചാർജ് എഞ്ചിൻസ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പം അതിനൊത്ത ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മഹീന്ദ്രന്റെ എഞ്ചിനും ഹ്യുണ്ടായിന്റെ എഞ്ചിനും കഴിഞ്ഞിട്ടേ നമുക്ക് ഈ ഒരു എഞ്ചിൻ പ്ലേസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിന്റെ നെക്സോണിന്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസിലേക്ക് വരുമ്പോൾ ഇത് ഏകദേശം ഒരു 9383 കിലോമീറ്റർ ഒരു കൊല്ലം കൊണ്ട് ഓടിയ ഒരു വണ്ടിയാണ്. അപ്പൊ ഈ നെക്സോണിന്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസിലേക്ക് വരുമ്പോൾ നമ്മളൊരു 1.2 ലിറ്റർ ടർബോ പെട്രോൾ ആണ്. അപ്പം നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. അപ്പം എനിക്ക് ഇപ്പോൾ ഞാനിത് കുറച്ചു നേരം ഞാൻ വണ്ടി ഓടിച്ചു, എന്റെ കസിന്റെ വണ്ടിയാണ് ഞാൻ ഇടയ്ക്കൊക്കെ എടുക്കാറുണ്ട്. അപ്പം ഇതിന്റെ ഒരു ഫസ്റ്റ് പോയിന്റ് ഒരു പോസിറ്റീവ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിന്റെ സ്റ്റിയറിംഗ്, ഇതിന്റെ ഒരു ഫീഡ്ബാക്കും, അതുപോലെ തന്നെ നമുക്കൊരു വെയിറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടി അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കംഫോർട്ട് തരുന്ന ഒരു സ്റ്റിയറിംഗും ആ ഒരു ഫീഡ്ബാക്കും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രേക്ക് ആയാലും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ബ്രേക്കൊക്കെ നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി നമ്മളുടെ കയ്യിൽ ഒതുങ്ങും എന്നൊരു ഫീൽ നമുക്ക് തരുന്നുണ്ട്. പക്ഷെ അതൊക്കെ അതിന്റെ നല്ല വശങ്ങളിലേക്ക് പോയി നമുക്ക് പെട്ടെന്നൊരു നെഗറ്റീവ് തോന്നുന്നത് ഇതിന്റെ ഒരു ഗിയറിലേക്ക് വരുമ്പോഴാണ്. കാരണം ഗിയർ പൊതുവെ ടാറ്റ വണ്ടികൾക്ക് വരുന്ന ഒരു പ്രശ്നമാണ് ഗിയറിന് ഒരു ടൈറ്റ്. ഇതിനെതുവരെ മാറിയിട്ടില്ല. ഇപ്പോഴും നമ്മൾ ഫസ്റ്റ് ഗിയറിന് ഡൗൺ ചെയ്യാൻ സെക്കൻഡ് ഗിയറിലൊക്കെ വരുമ്പോൾ ഇടയ്ക്ക് ഗിയർ ഒന്ന് സ്റ്റക്ക് ആവുന്ന ഒരു ഫീല് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ഡ്രൈവിംഗിന്റെ ആ ഒരു ഫ്ലോ നമുക്ക് ചിലപ്പം ഒന്ന് ഒരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം. പിന്നെ ഈ എക്കോ മോഡ്, സ്പോർട്സ് മോഡ്, സിറ്റി മോഡ് 3 മോഡുകളാണ് വരുന്നത്. ഈ ഒരു ഫീച്ചർ എനിക്ക് തോന്നുന്നില്ല വേറൊരു വണ്ടി കൊടുക്കുന്നുണ്ട് എന്ന്. അതിന് സബ് കോമ്പാക്ട് SUV വേറൊരു വണ്ടി ഈ ഒരു ഫീച്ചേഴ്സ് കൊടുക്കുന്നില്ല. പക്ഷെ എക്കോ മോഡ് ഞാൻ ഓടിച്ചു നോക്കിയിട്ട് നമുക്ക് സാധാരണ ഒരു വണ്ടി ഓടിക്കുന്ന ഒരു ഫീലാണ് എക്കോ മോഡിലുള്ളത്. നമ്മളുടെ ആവശ്യങ്ങൾക്ക് മിനിമം ഒരു സിറ്റി മോഡിലെങ്കിലും ഓടിക്കണം എന്നാലേ നമുക്കൊരു ഓവർടേക്കിംഗ് ആണെങ്കിലും ഒരു കയറ്റം കയറാനൊക്കെ ആണെങ്കിലും ഏറ്റവും നല്ലത് സിറ്റി മോഡിൽ ഓടിക്കുന്നതാണ്. ഞാൻ കസിനായിട്ട് ചോദിച്ചപ്പോൾ കസിൻ പറഞ്ഞു സിറ്റി മോഡിലാണ് പുള്ളി അധികം വണ്ടി ഓടിക്കാറുള്ളത്. അപ്പം ഞാൻ പിന്നെ സ്പോർട്സ് മോഡിൽ ഓടിച്ചു നോക്കി. സ്പോർട്സ് മോഡിൽ നല്ല റെസ്പോൺസ് ഉണ്ട്. പിന്നെ ഈ ഒരു എഞ്ചിന് 3 RPM വരെ ഒരു ചെറിയൊരു ലാഗ് ഉണ്ട്. നമുക്കത് ലാഗ് ഉണ്ട് അനുഭവപ്പെടുക 3 RPMന്റെ മുകളിലേക്ക് വണ്ടിനെ പുഷ് ചെയ്യുമ്പം എന്താ പറയാ, ഈ ടർബോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീസലൊക്കെ എടുക്കുന്ന മാതിരി അത്രയൊരു പുള്ളി ഇല്ലെങ്കിലും ചെറിയ രീതിയിലൊരു പുള്ളി നമുക്ക് ഒരു അനുഭവപ്പെടുന്നുണ്ട്. ടാറ്റയുടെ XM മോഡലിന്റെ ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു യൂസർ നോക്കുമ്പോൾ അവർ വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ ടാറ്റ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് AC ആണെങ്കിലും പവർ സ്റ്റിയറിംഗ് ആണെങ്കിലും സെൻട്രൽ ലോക്കിംഗ് ആണെങ്കിലും എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്വിച്ചും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളതാവായിരുന്നു. ഈ സെയിം സ്വിച്ചാണ് ടിയാഗോക്ക് വരുന്നത്. അത് കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളതാക്കാമായിരുന്നു. ഈ ട്രങ്ക് തുറക്കാനുള്ള സ്വിച്ചൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഔട്ട്സൈഡ് റിയർ അടയ്ക്കാനും തുറക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ടാറ്റ വളരെ ഭംഗിയായിട്ട് ഒരു XM മോഡലില് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ടാറ്റ അത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെയും ചെറിയൊരു നമുക്ക് ടിക്കറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ സൺഗ്ലാസ് ഒക്കെ വെക്കാൻ പോലത്തെ ഒരു സ്ഥലം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൗ ബോക്സ് ആണ്. ഇത്രയും വലിയൊരു ഗ്ലൗ ബോക്സ് ഇതിന്റെ മുകളിലോട്ട് പോയുള്ള ഒരു സെഗ്മെന്റിലെ വണ്ടിക്കുമില്ല, താഴോട്ടുള്ള ഒരു സെഗ്മെന്റിലെ വണ്ടിക്കുമില്ല. നമുക്ക് ഒരു മുകളിൽ ഇവിടെ ട്രൈയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയും വലിയൊരു ഗ്ലൗ ബോക്സ് ഈ ഒരു സെഗ്മെന്റിൽ വേറൊരു വണ്ടിക്ക് ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ബാക്കോട്ട് വരുമ്പോൾ ബാക്കിൽ റിയർ റേസ് ഇതിലില്ല. ഈ XM മോഡലിൽ റിയർ റേസ് ഇല്ല. പക്ഷെ അവിടെ പകരം ഒരു സ്റ്റോറേജ് സൗകര്യം ടാറ്റ കൊടുത്തിട്ടുണ്ട്. സീറ്റും കാര്യങ്ങളും വരുന്നത് ഫാബ്രിക് ആണ്. എനിക്ക് തോന്നുന്നു ഫുൾ ഓപ്ഷനിലും ഫാബ്രിക് തന്നെയാണ് വരുന്നത്. അങ്ങനെ ലെതർ പുതിയ മോഡൽ എനിക്ക് ഉണ്ടോന്ന് അറിയില്ല.
ടാറ്റ അങ്ങനെ പൊതുവെ ഒരു സീറ്റ് ലെതർ ഓപ്ഷൻ കൊടുക്കാറില്ല. നെക്സണിലെ ഓവറോൾ ഒരു കംഫോർട്ടിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ ഒരു ഹെഡ് റൂം നമുക്കുണ്ട്. ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല വിഡ്ത്ത് ഈ വണ്ടിക്ക് ഉണ്ട്. അതായത് സെഗ്മെന്റിലെ ബെസ്റ്റ് വിഡ്ത്ത് എന്ന് പറയാം നമുക്ക് ഈ വണ്ടിയിൽ. അത് നമുക്ക് ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഓവറോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്തോ ഒരു വലിയൊരു വാഹനം ഓടിച്ചു പോകുന്ന ഒരു ഫീലിംഗ് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളുടെ സസ്പെൻഷനിലേക്ക് വരുമ്പോൾ സസ്പെൻഷൻ ഇതിന്റെ സ്റ്റിഫ് സസ്പെൻഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ സ്പീഡിൽ ചെറിയ കുണ്ടിലും കുഴിയിലൊക്കെ ചാടുമ്പോൾ അതകത്തേക്ക് അറിയാനുണ്ട്. പക്ഷെ അതിന്റെ ഈ സ്റ്റിഫ് സസ്പെൻഷന്റെ ഒരു ഗുണം നമുക്ക് കിട്ടുന്നത് നമ്മൾ നല്ല സ്പീഡിൽ ഒരു ഹൈവേയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു കുണ്ടിൽ തന്നെ ചാടുമ്പോഴോ അത്യാവശ്യം സ്പീഡിൽ പോവുകയാണെങ്കിൽ നമുക്ക് അതത്ര ഇമ്പാക്റ്റ് അകത്തേക്ക് അറിയാനില്ല. അതാണ് ഒരു സ്റ്റിഫ് വണ്ടി കുറച്ചും കൂടി കൺട്രോൾഡ് ആയിരിക്കും എന്നതാണ് ഈ സസ്പെൻഷൻ സ്റ്റിഫ് ആകുന്നതുകൊണ്ടുള്ള ഗുണം. പക്ഷെ നമുക്ക് ചെറിയ ചെറിയ റോഡിൽ ചെറിയ കുലുക്കവും കാര്യങ്ങളൊക്കെ ഒരു ദോഷമായിട്ട് തോന്നാം. എന്നാലും എന്താ പറയാ, അതിനിപ്പം നമ്മളൊരു സ്ഥലത്ത് നമുക്ക് അതിനുള്ള ഗുണം കിട്ടുന്നുണ്ട്, സെയിം ടൈം നമുക്ക് അതിന്റെ ദോഷവും അതുപോലെ തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ ഓവറോൾ നോക്കുകയാണെങ്കിൽ വലിയൊരു കുഴപ്പമില്ലാത്ത സസ്പെൻഷൻ സെറ്റപ്പ് ആണ് ടാറ്റ നെക്സോണിന് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അഡ്വക്കേറ്റ് പവറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ചില സ്ഥലത്ത് ചില ഫ്ലാറ്റ് സ്പോട്ടുകളിലുണ്ട്. നമ്മൾ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടെർബോ പെട്രോൾ ആണ്. അപ്പൊ നമ്മൾ ഇത് കമ്പയർ ചെയ്യുന്ന ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് വണ്ടിയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ചില സ്ഥലത്തൊക്കെ ഫ്ലാറ്റ് സ്പോട്ട്സ് ഉണ്ട്. പക്ഷെ നമ്മളത് നോർമൽ ഒരു ഡെയിലി യൂസ് ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ അതൊന്നും വലിയ രീതിയിൽ നമ്മളത് ശ്രദ്ധിക്കില്ല. കാരണം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആവശ്യങ്ങൾ നടക്കുന്നുണ്ട്, ഓക്കെ, എല്ലാം അത് മീറ്റ് ചെയ്യുന്ന പവർ അഡിക്കേറ്റ് ആണ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് നോക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ അത് നിങ്ങൾക്ക് വണ്ടി ഓടിച്ച് നോക്കിയാൽ മനസ്സിലാവും. സെക്കൻഡിലൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ ഇതങ്ങനെ ഒരു റവ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എഞ്ചിൻ അല്ല. അപ്പം ചില സ്ഥലങ്ങളിൽ അത് എപ്പോഴും നിങ്ങൾക്ക് കിട്ടിക്കോളന്നില്ല. ഒരു എന്താ പറയാ, ഒരു ലൈക്ക് നമുക്ക് കുറച്ചും കൂടി ഒരു വണ്ടിക്ക് ഒരു ഫ്ലോ, ഒരു സ്മൂത്ത് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയോ ചെറിയ ചെറിയ സ്ഥലത്ത് കുറച്ച് മിസ്സിംഗ് ആണ്. അതുപോലെ തന്നെ NVH ലെവൽസിലേക്ക് വരുമ്പോൾ ഇത് ഒരു ഐഡിലിങ്ങിലൊക്കെ നമുക്ക് അകത്തേക്ക് കുറച്ച് വൈബ്രേഷൻസും ചെറിയ ചെറിയ ഏതൊക്കെ ഒച്ചയും സൗണ്ടും ഒക്കെ കേൾക്കാം. ഇത് കമ്പാരിസണിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്. അല്ലാത്ത രീതിയിൽ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും നമുക്ക് നേരിടില്ല. ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇത് ടിയാഗോയിൽ വരുന്ന സെയിം കൺസോളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിൽ ഓഡിയോ മോണിറ്റർ കൺട്രോൾസും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മറ്റൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള ഒരു മോട്ടറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട്, അതായത് സ്പീഡിലാണ് ഇത് വിൻഡോ അപ്പ് ആവുന്നതും ഡൗൺ ആവുന്നതും ഒക്കെ. അതൊക്കെ എനിക്ക് തോന്നുന്നു മാരുതിയിലും ഹിണ്ടായിലൊക്കെ വരുന്നത് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു മോട്ടർ അല്ല എന്നുള്ളത്. നെക്സോണിന്റെ ഒരു സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ടാറ്റ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്നത് അതിന്റെ സേഫ്റ്റി ഫീച്ചർ പറഞ്ഞുകൊണ്ടാണ്. അപ്പം ഈ BS3 നെക്സോൺ ആദ്യമായിട്ട് ഇന്ത്യയിൽ അവതരിപ്പിച്ചത് അതൊരു 4 സ്റ്റാർ റേറ്റഡ് വണ്ടിയായിരുന്നു. ഇപ്പോൾ ഈ വണ്ടി പർട്ടിക്കുലർ ആയിട്ടുള്ള വണ്ടി 5 സ്റ്റാർ ആണ്. അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ, ABS, എയർ ബാഗ് തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ ഈ വണ്ടിയിൽ ലഭിക്കുന്നുണ്ട്. അപ്പൊ ട്രാക്ഷൻ കൺട്രോൾ നമുക്കത് ബാക്കിയുള്ള വണ്ടികളിലെ പോലെ നമുക്ക് ഓഫ് ആക്കാൻ ഓൺ ആക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ട്രാക്ഷൻ കൺട്രോൾ എപ്പോഴും ഓൺ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം വണ്ടിയുടെ ഒരു പെർഫോമൻസ് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ നേരത്ത് ഒരു 0 to 100 സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സൺ ഏകദേശം 13 സെക്കൻഡിന്റെ മുകളിൽ 0 to 100 എടുക്കുന്നുണ്ട്. ഒരു 1.2 ലിറ്റർ ടർബോചാർജ്ഡ് എഞ്ചിൻ ആയിട്ട് കൂടി 13.2 അതിന്റെ മുകളിൽ നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ മുകളിൽ സമയം എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഈ ട്രാക്ഷൻ കൺട്രോൾ ശരിക്കും പറഞ്ഞാല് ഈ നെക്സണിന് അത് ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഉള്ളൊരു ഫീച്ചർ ടാറ്റയ്ക്ക് ഇതിന് കൊടുക്കാമായിരുന്നു. അത് വൺ ഓഫ് ദ റീസൺ ആണ്. ട്രാക്ഷൻ കൺട്രോള് നമുക്ക് അത് ഓഫ് ആക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇതിന്റെ ഒരു എഞ്ചിന് ഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് പുറത്ത് വരാത്തത്. പക്ഷെ ഇതിന്റെ മിഡ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സെപ്ഷണൽ ആണ്. മിഡ് റേഞ്ചിൽ നല്ല പഞ്ച് ഉണ്ട്. പക്ഷെ എവിടേക്കോ കുറച്ച് ഫ്ലാറ്റ് സ്പോട്ട്സ് ഉള്ളതുകൊണ്ട് ഇനീഷ്യലായിട്ടും പിന്നെ നമ്മൾ ടോപ്പിലേക്ക് എത്തുമ്പോൾ നമുക്കത് എവിടേക്കോ കുറച്ച് ഫ്ലാറ്റ് സ്പോട്ട്സ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ നെക്സോണിന്റെ ബാക്ക് സീറ്റിലേക്ക് വരുമ്പോൾ ഇത് എന്റെ ഡ്രൈവിംഗ് പൊസിഷൻ ആണ്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള ലെഗ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയൊരു ഹമ്പും കാര്യങ്ങളും വരുന്നതുകൊണ്ട് തന്നെ 3 പേർക്ക് ഇരിക്കാം. ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല രീതിയിൽ ഹെഡ് റൂമും ഉണ്ട്. പിന്നെ ബാക്കില് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ അല്ല ഇത്. അപ്പം ചെറിയൊരു ലോങ്ങിലൊക്കെ പോകുമ്പോൾ നമ്മളൊന്ന് ചാരിയിരിക്കണം തോന്നിക്കഴിഞ്ഞാൽ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല പ്ലാസ്റ്റിക് ആണെങ്കിൽ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ബാക്കിലെ സസ്പെൻഷൻ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ്, കുറച്ച് ഹാർഡാണ്. അപ്പോൾ നമ്മൾ ഹൈവേസിൽ പോകുമ്പം
ഇറ്റ്സ് ഓക്കെ, നമുക്ക് നല്ല ഒരു കംഫോർട്ട് കിട്ടും. പക്ഷെ നമ്മൾ കുറച്ച് ഒരു മോശം റോഡിലേക്ക് പോകുമ്പോൾ ബാക്കിൽ അതൊക്കെ ഇമ്പാക്റ്റ് അകത്തേക്ക് നമ്മൾ അറിയാനുണ്ട്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഇതിനെപ്പറ്റി ഒരു എന്താ പറയുക, നമുക്കൊരു നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയാൻ. ബാക്കിയൊക്കെ കംഫോർട്ട് വൈസ് ആണെങ്കിൽ ഓക്കെയാണ് ബാക്ക് സീറ്റ്.